അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അലാ സയ്യിദിന മുഹമ്മദൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുകയുണ്ടായി, അള്ളാഹുവിന്റെ ഒരു നാമമുണ്ട്, അത് ഉപയോഗിക്കുന്നവർ ആ ഒരു ദുആയും അള്ളാഹു നിരസിക്കുകയില്ല. കാരണം നമ്മൾ ദുആ ചെയ്യുന്ന സമയങ്ങളിൽ ഈ ഒരു ദുആ ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ദുആ ചെയ്താൽ എന്തെങ്കിലും കാര്യം അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണെങ്കിൽ അള്ളാഹു അത് നിരസിക്കുകയില്ല. അത്രയധികം പ്രാധാന്യമുണ്ട് ആ ഒരു ദുആയ്ക്ക്. അങ്ങനെയിരിക്കെ ഒരു ദിവസം അനസ് റളിയല്ലാഹു അൻഹു ഖാല, അദ്ദേഹം പറയുന്നു, ഞാൻ പ്രവാചകനോടൊപ്പം പള്ളിയിൽ ഇരിക്കുകയായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പള്ളിയിൽ അദ്ദേഹം ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു മനുഷ്യൻ നിസ്കരിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? റുക്കൂ ചെയ്തു, പിന്നെ സുജൂദ് ചെയ്തു. അതിനുശേഷമുള്ള ഈ ഒരു ദുആ അദ്ദേഹം ചൊല്ലുകയുണ്ടായി. ഏത് ദുആയാണ്? ഇപ്രകാരം ചൊല്ലുകയുണ്ടായി. നിസ്കാരം പൂർത്തിയാക്കിയ ശേഷം ആ മനുഷ്യൻ ഇപ്രകാരം തുടർന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്തു. അതായത് ഈ നിസ്കാരം പൂർത്തിയാക്കിയതിനു ശേഷം ആ മനുഷ്യൻ എന്ത് ചെയ്തു? ഈ ഒരു ദുആ അടുത്തതായിട്ട് ദുആ ചെയ്യുന്ന നേരത്ത് ഇനി പറയാൻ പോകുന്ന ദുആ ചൊല്ലുകയുണ്ടായി. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്നി അശ്ഹദു അന്നക അന്തല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന്തൽ അഹദു സ്വമദുല്ലദീ ലം യലിദ് വലം യൂലദ് വലം യഖുൽ ലഹു കുഫുവൻ അഹദ്. വളരെ ചെറിയ ഒരു ദുആയാണ്, എല്ലാവർക്കും വളരെയധികം അറിയാവുന്ന അല്ലെങ്കിൽ ചൊല്ലാൻ കഴിയുന്ന ഒരു ദുആയാണ്. ഈ ഒരു ദുആ ചൊല്ലിക്കൊണ്ട് നമ്മുടെ ആവശ്യം എന്താണോ അത് റബ്ബിനോട്, നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു തആലയോട് പറയുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് നടക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അദ്ദേഹം അള്ളാഹുവിനോട് ചോദിക്കുന്നത് തുടർന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനെ നോക്കി പറയുകയുണ്ടായി, നീ അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തായ നാമം ഉപയോഗിച്ചാണ് ദുആ ചെയ്തത്. അത് ഈ ഹദീസുകളിൽ തന്നെ പറയുന്നുമുണ്ട് അല്ലെ? ഏറ്റവും മഹത്തായ നാമം ഉപയോഗിച്ച്, അത് ഉപയോഗിച്ച് ആരെങ്കിലും ദുആ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അതിന് മറുപടി നൽകുക തന്നെ ചെയ്യും. എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവനത് നൽകുമെന്നും ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിമഹത്തായ ദുആയാണ്. അള്ളാഹു ഇത് ചൊല്ലുവാൻ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ചൊല്ലുവാനും ദുആ അള്ളാഹു സ്വീകരിക്കുവാനും അള്ളാഹു അത് ഹൈറാക്കി തരുമാറാകട്ടെ. ആരെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ ഇൻഷാ അല്ലാഹ് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള ഒരു പുതിയ അറിവുമായിട്ട് കാണാം. അസ്സലാം.